ഹായ്, നമ്മൾ ഇന്ന് റെഡ് സോസ് വെജിറ്റബിൾ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാനിൽ 6 ഗ്ലാസ് വെള്ളം എടുക്കണം. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 കപ്പ് പാസ്ത ചേർത്ത് അടച്ചു വെച്ച് ഒരു 8 അല്ലെങ്കിൽ 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. പാസ്ത വെന്ത ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റിവെക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ഒരു 3 അല്ലി വെളുത്തുള്ളിയും 4 തക്കാളിയും 1 ടീസ്പൂൺ ഒറിഗാനോവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളി പകുതി വേവാകുമ്പോൾ പാകത്തിന് ഉപ്പും ഒരു 1/4 ഗ്ലാസോളം വെള്ളവും ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ തണുത്ത ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ നന്നായി ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ ഗാർലിക്കും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 സവാള ചോപ്പ് ചെയ്തതും 1 ക്യാരറ്റ് ചോപ്പ് ചെയ്തതും 1/2 ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശേഷം അടച്ചു വെച്ച് പകുതി വേവാവുന്നോളം നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പകുതി വെന്ത ശേഷം അതിലേക്ക് അരച്ചു വെച്ച ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനോവും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ഗ്ലാസോളം പാല് ചേർക്കാം. ക്രീം ഉണ്ടെങ്കിൽ ക്രീം ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റിയായ പാസ്ത റെഡിയായി കഴിഞ്ഞു. നമുക്കിത് കുറച്ച് ഒറിഗാനോയും അതേപോലെ ചില്ലി ഫ്ലേക്സും വിതറി ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.